ദേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവല്ലയിലാണ് കേട്ടോ. ദേ ഇവിടെ സമ്മർ ഫെസ്റ്റ് 2025 വന്നിരിക്കുകയാണ്. ഗുണാക്കെ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തിരുവല്ലയിൽ ഇത്രയും വലിയൊരു ഫെസ്റ്റ് ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. ദേ ഗുണാക്കെ ഒക്കെ അടിപൊളി എൻട്രൻസ്. ദേ വലിയൊരു കിങ്കോങ്ങിനെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് ആദ്യം തന്നെ സാധിക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ. നമ്മുടെ സമ്മർ വെക്കേഷനൊക്കെയാണ് വരുന്നത്. വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഇതിൽ പരം ഒരവസരം വേറെയില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കണ്ടുവരാം. ദേ ഗുണാക്കെ എന്നൊക്കെ തന്നെ നല്ല രീതിയിൽ എൻട്രൻസിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ, രസമുണ്ടല്ലേ. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയ കിങ്കോങ്. കിങ്കോങ്ങിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് തിക്കും തിരക്കും തന്നെയാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ ഗുണാക്കേവ് നല്ല രീതിയിൽ തന്നെ ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദേ നോക്കിക്കേ, ദേ നമ്മൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റിനാകുന്നത് കേട്ടോ. അപ്പോഴേ നമുക്ക് അകത്തേക്ക് കയറാം. ദേ ഇവിടെ ഗുണാക്കേവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞയും പച്ചയും കമ്പി, നമ്മൾ ഗുണാക്കേവ് പോകത്തില്ലേ കൊടൈക്കനാലുള്ള, അവിടെ കാണുന്ന പോലെ തന്നെ ഇരുവശത്തും അവർ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. ദേ ഇവിടെ ഒരു വവ്വാലിനെയൊക്കെ വെച്ചിട്ട് തന്നെ ഗുണാക്കേവ് എന്ന് എഴുതി നല്ല അടിപൊളിയായിട്ട് എൻട്രൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് നടന്നു കയറാം. അകത്തേക്ക് നടന്ന് കയറുമ്പോൾ കുറ്റാക്കൂരിരുട്ടിലൂടെയാണ് നമ്മളുടെ ഇനി യാത്ര. തമിഴും മലയാളവും ഒക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ തമിഴും ഇംഗ്ലീഷും മാത്രമേ കണ്ടുള്ളൂ. ദേ കണ്ടോ, അതിമനോഹരമായ രീതിയിൽ തന്നെ ദേ ഗുണാക്കേവിന് ഉൾവശം ക്രമീകരിച്ചിട്ടുണ്ട്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന, എല്ലാവരെയും ആകാംക്ഷഭരിതരാക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത്. നമ്മൾ തിരുവല്ലയിൽ ആദ്യമായിട്ടാണ് ഗുണാക്കേവ് എക്സ്പോവിന്. ദേ ഈ കാണുന്നത് കണ്ടോ, ഇത് നമ്മുടെ സുമേഷ് വീണ കേവ് അല്ല കേട്ടോ, കുഴിയല്ല അത്. ഇതല്ല കേട്ടോ, വേറെയാണ്. എല്ലാവരും വിചാരിക്കും അതായിരിക്കുമെന്ന്, എന്നാൽ അതല്ല. അപ്പം നമുക്ക് അത് കാണാനായിട്ട് പോകാം. നോക്കിക്ക്, വള്ളിയും പടപ്പുകളും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞർക്കിയിലൊക്കെ മുകളിൽ നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നിൽക്കുമല്ല, ഇങ്ങനെ കിടക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദേ കണ്ടോ, ഞർക്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിനെ പറയാനായിട്ടില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്ന്. ദേ ഇവിടെ വവ്വാലുകളൊക്കെ തൂങ്ങിക്കിടക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു മരവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും ഉണ്ട്. നമ്മൾ ഇനി പോകുന്നത് ആ സുമേഷ് വീണ ദേ മഞ്ഞുമൽ ബോയ്സ് എന്ന് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതിയും വെച്ചിട്ട്. അതുപോലെ തന്നെ സുമേഷ് വീണ ആ കുഴി ഉണ്ടല്ലോ, അതാണ് ഗുണാക്കേവിലെ ആ കുഴിയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ദേ ഇതാണ് ആ വലിയ കുഴി. അത്യാവശ്യം അതിമനോഹരമായ രീതിയിൽ സെറ്റിട്ടിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഗുണാക്കേവാണ് നമുക്ക് നമ്മുടെ തിരുവല്ലയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിമനോഹരമായ ദൃശ്യം എന്നല്ലാതെ ഒന്നും തന്നെ ഇതിനെ പറയാനില്ല. തിരുവല്ലയിൽ വന്നിട്ടുള്ള മറ്റ് എക്സ്പോയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഗുണാക്കേവ് തന്നെയാണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ദേ ഇനി നമ്മൾ പോകുന്നത് റോബോട്ടിക് ആനിമൽ സൂവിലേക്കാണ് കേട്ടോ. അതിമനോഹരമായ രീതിയിൽ റോബോട്ടിക് ആനിമൽസിനെ ഒക്കെ തന്നെ വെച്ചിട്ട് ദേ ഇവിടെ വലിയൊരു ഫോറസ്റ്റ് തന്നെയാണ് ഇവരിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് ആനയും പുലിയെയും അതുപോലെ തന്നെ ഒട്ടകത്തിനെയും ഒക്കെ തന്നെയാണ്. അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഇന്ന് ഫോട്ടോയും സെൽഫീസും ഒക്കെ എടുക്കാനായിട്ട് ആളുകളുടെ തിരക്ക് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ തിരുവല്ലയിൽ ഇങ്ങനൊരു റോബോട്ടിക് സൂ എത്തുന്നത്. ദേ നോക്കിക്ക്, കടുവയൊക്കെ നല്ല രീതിയിൽ അവർ സെറ്റിട്ട് ക്രമീകരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട്, സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവരുമായിട്ട് നമുക്ക് തിരുവല്ലക്കാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും പോകാനായിട്ടൊരു സ്ഥലമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. ഗുണാക്കേവ് ആൻഡ് റോബോട്ടിക് എക്സ്പോ നമ്മുടെ തിരുവല്ല. ജിറാഫിനെയൊക്കെ കണ്ടോ, ജിറാഫ് മാത്രമല്ല കേട്ടോ, കാട്ടിൽ കാണുന്ന മറ്റു മൃഗങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മൃഗങ്ങളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള അവതാറിനെയും നമുക്കിവിടെ കാണാം. അവതാറിലെ ക്യാരക്ടറിനെയും അതുപോലെ തന്നെ അവതാറിനെയും നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് മൃഗങ്ങളുടെ സൗണ്ടും, ഇത് അനങ്ങുമ്പോൾ റോബോട്ടിക്കായിട്ടുള്ള ആനിമൽസ് ആണല്ലോ, അപ്പോൾ അനങ്ങുമ്പോൾ ഉള്ള സൗണ്ടുകളും ഒക്കെ തന്നെ അതിമനോഹരമായ ദൃശ്യാവിഷ്കാരമാണ് നമുക്കിവിടെ കാണാനായിട്ട്. കങ്കാരു നിൽക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ജല്ലിക്കെട്ട് കാളയാണ്. അതുപോലെ അവതാർ കണ്ടോ, അതിമനോഹരമായ രീതിയിൽ തന്നെയാണ് അവതാറിനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവതാറിലെ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്കിവിടെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ആദിമ മനുഷ്യരുണ്ട് ഇവിടെ. ജല്ലിക്കെട്ട് കാള ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതാണിത് ജല്ലിക്കെട്ട് കാള. അതുപോലെ തന്നെ ആദിമ മനുഷ്യർ, ഈ കാണുന്ന ആദിമ മനുഷ്യരുടെയും
നമുക്ക് ഒന്ന് കാണാനായിട്ടൊക്കെ ഇവരെയൊക്കെ കാണാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അതിമനോഹരമായി നമുക്കിതിലൊന്നും തൊടാൻ പറ്റത്തില്ല കേട്ടോ. അത് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ടച്ച് എന്ന്. അത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അവിടെ അരിക്കൊമ്പൻ വരെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അരിക്കൊമ്പൻ. കൊള്ളാം അല്ലേ, രസം തന്നെയുണ്ട്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയും സെൽഫീസും ഒക്കെ തന്നെ പകർത്താനായിട്ട് നമുക്ക് പറ്റും. അത്രയ്ക്ക് അതിമനോഹരമാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. ഗുണ കേവിനും റോബോട്ടിക് ആനിമൽ ഷോയ്ക്കും ശേഷം നമ്മൾ കയറി ചെല്ലുന്നത് വലിയൊരു വ്യാപാര വിപണന മേളയിലേക്കാണ്. ഇവിടെ തന്നെ ആദ്യം തന്നെ കാണുന്നത് ഫർണിച്ചർ ഐറ്റംസാണ്. അതും 60% ഡിസ്കൗണ്ടിലാണ് ഇത് ഫുള്ള് സെയിൽ ചെയ്യുന്നത്. വ്യാപാര വിപണന മേളയ്ക്കുപരിയായിട്ട് ഇതൊരു വിറ്റഴിക്കൽ മേള കൂടിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ഫർണിച്ചറുകളും ഒരു കുടക്കീഴിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പുസ്തകമേളയും ക്രമീകരിച്ചിരിക്കുന്നു. അതിവിപുലമായ പുസ്തകങ്ങളുടെ, ബുക്കുകളുടെ ഒക്കെ തന്നെ കളക്ഷൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ഡിസ്കൗണ്ടിൽ നമുക്കിവിടുന്ന് ബുക്കുകളൊക്കെ തന്നെ വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ സ്റ്റാളുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളുടെയും സ്റ്റാളുകളും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോഴിക്കോടൻ ഹലുവയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മർ ഫെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ എക്സ്പോ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ്, തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം അനുവദിക്കുന്നത്. ഈ മാർച്ച് 30 തുടങ്ങിയ ഈ സമ്മർ എക്സ്പോ ഏകദേശം 1 മാസത്തോളം കാലം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പഴയകാല മിഠായികളുടെ വലിയൊരു ശേഖരം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നാവിൽ കൊതിയൂറും രുചിയൂറുന്ന പല വിഭവങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. രാജസ്ഥാനി അച്ചാറുകളൊക്കെ ഇല്ലേ, നാവിൽ കൊതിയൂറുന്ന രാജസ്ഥാനി അച്ചാറുകളൊക്കെ നമുക്ക് കാണാം, അത് വാങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ മൊബൈലിൻ്റെ കവറുകളും അതുപോലെ തന്നെ കൽപ്പാത്തി പപ്പടവും ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് പാലക്കാടൻ കരിപ്പെട്ടിയാണ് കേട്ടോ. എന്നാൽ ചുക്കൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടുള്ള കരിപ്പെട്ടിയാണ്. അതുപോലെ തന്നെ അതിവിശാലമായ വലിയൊരു ഫുഡ് കോർട്ട് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് കണ്ടോ, ഫോട്ടോ എടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ഫ്രെയിമാണ്. ഇതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങും. നമുക്ക് മൊബൈലൊക്കെ വെച്ച് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിമനോഹരമാണ് ഇതിലെ വിഷ്വൽസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് നോക്കാം, നല്ല ചൂട് ബജി, മഴയൊക്കെയാണ് അല്ലേ, നല്ല ചൂട് ബജിയൊക്കെ ആസ്വദിച്ച് കഴിയാം. അതുപോലെ തന്നെ കോളിഫ്ലവർ ബജിയും ഒക്കെ തന്നെ ടിപ്പിക്കലായിട്ട് നമ്മൾ എല്ലാ എക്സ്പോയിലും കാണുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് കൂടാതെ തന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പാനിപ്പൂരിയും കരിമ്പ് ജ്യൂസും ഒക്കെ തന്നെ നമ്മൾ എല്ലായിടത്തും തന്നെ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നിരുന്നാലും അടിപൊളി ഒരു കരിമ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് ടൊമാറ്റോ സ്പ്രിംഗ് റോളാണ്. ഇത് ഒട്ടുമിക്ക എല്ലാ എക്സ്പോകളിലും ഉള്ളത് തന്നെയാണ്. ഈ കാണുന്ന ഐറ്റം വേറെ ഒരു ലെവലാണ്. സ്ട്രോബെറിയിലെ നമ്മുടെ ഒറിജിനൽ ചോക്ലേറ്റ് മിക്സ് ചെയ്തതും അതുപോലെ തന്നെ ഈ ഐറ്റത്തിന്റെ പേരറിയാം, ഇതാണ് വേഫർ. ഒന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വീറ്റ് കോൺസും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അങ്ങനെ അവസാനം നമ്മൾ വന്നിരിക്കുന്നത് അതിവിശാലമായ രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കും ഫാമിലി ഗെയിം ആക്ടിവിറ്റി ഏരിയയിലേക്കുമാണ്. ഇവിടെ ഫാമിലി ഗെയിമിങ്ങിനായിട്ട് ഒരുപാട് ഗെയിംസാണ് ഒരുക്കിയിരിക്കുന്നത്. അങ്ങോട്ട് നീളുകയാണ് ഗെയിംസ്. ഇത് നമ്മൾ ബോൾ ഇട്ടിട്ട് വീഴുന്ന നമ്പർ കൂട്ടി പ്രൈസ് കിട്ടുന്ന ഗെയിമില്ലേ, അതാണ് ഈ ഗെയിം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് റൈഡുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് തീവണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കും എല്ലാം തന്നെ ഒരുപോലെ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാണുന്നുണ്ടോ ബോൾ, ഇത് മസ്റ്റ് ട്രൈ ഒരു ഐറ്റം തന്നെയാണ്. കൊച്ചുകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു ഗെയിമിംഗ് ആണ് ഇത്, ആക്ടിവിറ്റിയാണ് ഇത്. ഇത് കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ബോളാണ് കേട്ടോ. കുട്ടികളെല്ലാം തന്നെ തകർത്ത് വാരുകയാണ് ഇതിനകത്ത്, കണ്ടില്ലേ. അതുപോലെ തന്നെ വിവിധ റൈഡുകൾ കൊച്ചുകുട്ടികൾക്കായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ റൈഡുകൾ ബൈക്കിൻ്റെ റൈഡാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടിപ്പിക്കലായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്ന ബലൂണിൻ്റെ റൈഡും ഉണ്ട്. ഇത് തെന്നിങ്ങത്തില്ലേ കുട്ടികളെ, അതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടതാണ്, ഇപ്പം നമ്മൾ കണ്ടതാണ് ഈ ബൈക്കിൻ്റെ റൈഡ് അതിമനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ചാടി കളിക്കത്തില്ലേ, ഇതിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നു കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ആ റൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ, അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. ഹെലികോപ്റ്ററൊക്കെ തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗോസ്റ്റ് ഹൗസ്, ഇതാണ് ആ ഗോസ്റ്റ് ഹൗസ്. ഇതിനകത്ത് കയറണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ കയറാനായിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് എക്സ്പീരിയൻസ് എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളിയാണ്. ചെറിയ കുട്ടികൾക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഈ ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കാണുന്നത്. ഇനിയും വിവിധ ഇനം റൈഡുകളൊക്കെ തന്നെ ഇവിടെ വരാനായിട്ടുണ്ട് കേട്ടോ. മാർച്ച് 30 തുടങ്ങിയ ഈ സമ്മർ ഫെസ്റ്റ് ഏകദേശം 1 മാസത്തോളം കാലം നമ്മുടെ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ, മുനിസിപ്പൽ മൈതാനത്ത് ഉണ്ടായിരുന്നു. രാത്രികാല കാഴ്ചകൾ അതിമനോഹരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ.
ദേ രാത്രികാല കാഴ്ചകൾ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് ക്രമീകരിച്ച് കിങ് കോങ് അവിടെ നിൽക്കുന്നു. ദേ ഇവിടെ ഗുണ കേവ് എന്ന് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗുണ കേവിൻ്റെ എൻട്രൻസ് കണ്ടോ, അതിമനോഹരമായ കാഴ്ച അല്ലേ. രാത്രികാല കാഴ്ചകളാണ് എപ്പോഴും കണ്ണിന് അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നത്, കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നത്. അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഈവനിങ് ഒരു 5 മണിക്ക് ശേഷം ഇറങ്ങുക. അപ്പം നമുക്ക് രാത്രികാല ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 5 മണിക്ക് ശേഷം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കണ്ട് കേട്ട് മടങ്ങാവുന്നതാണ്. സമ്മർ വെക്കേഷനൊക്കെയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഗുണ കേവും ഈ എക്സ്പോയും. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.